നാടൊന്നായി ഒഴുകിയെത്തിയപ്പോൾ MMM UP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കാരക്കാടിന്റെ ഉത്സവമായി. വ്യാഴാഴ്ച ആരംഭിച്ച സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച നടന്ന പൊതുസമ്മേളനം കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കിൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VP നാസർ എൻഡോമെന്റ് വിതരണം നടത്തി. മാനേജർ KA മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് OA ഹാരിസ് സ്വാഗതമാശംസിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സെമിന VK റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ കൗൺസിലർമാരായ CP ബാസിത്ത്, അഫ്സൽ വെള്ളൂപ്പറമ്പിൽ, സുറുമി യൂസഫ്, സജ്മി ഷിഹാസ്, ട്രസ്റ്റ് ചെയർമാൻ KA മുഹമ്മദ് സക്കീർ, ട്രസ്റ്റ് സെക്രട്ടറി KA മുഹമ്മദ് ഹാഷിം, ജോജി ബേബി, രേണു B എന്നിവർ സംസാരിച്ചു. ഇന്ന് നടന്ന മെഗാ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം പാലാ MLA മാണി C കാപ്പൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം കൺവീനർ CP ബാസിത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ KA മുഹമ്മദ് അഷ്റഫ് ആമുഖ പ്രഭാഷണം നടത്തി. പൂർവ്വ അധ്യാപകർക്കും ഫൈസൽ അജ്മി, ഡോക്ടർ മുഖ്താർ, റിയാസ് പടിപ്പുരക്കൽ, ഷബാസ് റഷീദ് എന്നിവർക്കും ആദരവ് നൽകി. KA മുഹമ്മദ് ഹാഷിം, OA ഹാരിസ്, തൽഹത്ത് നദ്വി, മോനി വെള്ളൂപ്പറമ്പിൽ, KMA ലത്തീഫ്, ഹാരിസ് ഫലാഹി, റഷീദ് വടയാർ, നിഷാദ് പാലയംപറമ്പിൽ, VK കബീർ, ഫൈസൽ വെട്ടിയാംപ്ലാക്കൽ, യാസർ കാരക്കാട് എന്നിവർ ആശംസകൾ അറിയിച്ചു. സമ്മേളനത്തിനുശേഷം കലാകാരന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരന്ന ഗാനമേളയും കലാകാരൻ മുഹമ്മദ് ഇർഫാൻ നയിച്ച സ്റ്റേജ് പ്രോഗ്രാമും നടന്നു. ഒരു നാടിൻ്റെ വെളിച്ചമാണ് ഒരു സ്കൂള്, ഒരു കലാലയം എന്നുള്ളത്. ഈരാറ്റുപേട്ട പോലുള്ളൊരു സ്ഥലത്ത് 50 വർഷങ്ങൾക്കപ്പുറത്ത് ആരംഭിച്ചു, എത്രയോ ഭാവനയോടുകൂടി ആരംഭിച്ച, എത്രയോ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിട്ടത് മാറി. 1400-ലധികം കുട്ടികൾ പഠിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് നല്ല ചുവടുവെപ്പ് കൊടുക്കാൻ കഴിഞ്ഞ ഒരു സ്ഥാപനം. നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ കേരളത്തിൻ്റെ പ്രത്യേകത, പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ ഔന്നത്യമുള്ളവരായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് നമ്മളാണ് അക്കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കൂടി നമ്മൾ കടന്നു വരുന്നത് ഒട്ടും താമസിയാതെ മുന്നിൽ എത്താൻ കഴിയുന്ന സ്ഥിതിവിശേഷം നമുക്കുണ്ട്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമെല്ലാം നമ്മുടെ സർവകലാശാലകൾ ഇന്ന് മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു. നല്ല കോളേജുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു. പക്ഷേ കോളേജുകളും സർവകലാശാലകളും എല്ലാം ആതിരി വികസനത്തിൻ്റെ പാതയിലേക്ക് പുത്തൻ അധ്യായം വെട്ടി തുറക്കുമ്പോൾ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്താൻ കഴിയുന്ന പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യം ചെറുതല്ല. അത് വീടിൻ്റെ മുറ്റത്തെന്നതുപോലെ ഈരാറ്റുപേട്ട നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ 50 വർഷങ്ങൾക്കപ്പുറത്ത് ഭാവനയോടെ ആരംഭിച്ച ഇതിൻ്റെ മാനേജ്മെൻറ്റിനെയും കുടുംബത്തെയും വളരെ നന്ദിയോടുകൂടിയാണ് ഞാൻ ഓർക്കുന്നത്. ഈ നാടിനെ ഇത്രയും ഏറെ വലിയ ഒരു മുൻപന്തിയിലേക്ക് നയിക്കാൻ അവർ നൽകിയ സേവനത്തെ നമുക്ക് കാണാതിരിക്കാൻ നിർവാഹമില്ല. കുട്ടികളുടെ ആ കലാവിരുദ്ധം നമ്മൾ ആസ്വദിച്ചു. അവരുടെ പാർട്ടിസിപ്പേഷൻ, അവരുടെ ഓരോ ചുവടുവെപ്പുകളും പഠനത്തോടൊപ്പം പാഠ്യരംഗത്ത് എന്നതിനേക്കാൾ ഉപരിയായി അവരെ അക്കാഡമിക് നിലവാരത്തിനേക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക് മാനസിക ആരോഗ്യ കായിക രംഗത്ത് വളർത്തിയെടുത്തു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരു മതേതര കാഴ്ചപ്പാടിൻ്റെ ചുവടുവെപ്പാണ്. ജനാധിപത്യ മതേതര ശക്തികൾ എന്ന് നമ്മളൊക്കെ പറയുമെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ടത് മതേതര കാഴ്ചപ്പാടുകൾ കൊടുക്കുന്ന പ്രസക്തിയാണ്. ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ ഉതകുന്ന എല്ലാ സാൻമാർഗിക ചിന്തകൾക്കും ഇടം കൊടുക്കാൻ കഴിയുന്ന ഒരിടമായി തൻ്റെ വിദ്യാലയം മാറണം. ആ വിദ്യാലയത്തിൽ നിന്നാണ് അവ പഠിക്കുന്നത്, പഠിച്ചു വളരുന്നത്. ആ സമഭാവനയോടെ ജീവിക്കാനുള്ള തുടക്കം കുറിക്കുന്ന അവിടെയാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം, രക്ഷിതാക്കളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം, ആ സൗഹൃദമായ ബന്ധത്തിൽ ആരംഭിക്കുന്ന ഒരു വിദ്യാർത്ഥി തൻ്റെ ജീവിതത്തിൽ ഏത് പന്താവിലേക്ക് തിരിയുമ്പോഴും അവൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ ധന്യമായി തീരും.
ക്ഷണിക്കുന്നു. കാരക്കാട് MMMUMP സ്കൂളിന്റെ 50 വർഷത്തെ ഇതിഹാസം രചിക്കുന്ന നമ്മുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സുവനീറിന്റെ പ്രകാശനം ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ഇവിടെ നിർവഹിക്കുകയാണ്. വർഷങ്ങളുടെ ചരിത്ര നിമിഷങ്ങൾ പിറവിയെടുക്കുന്ന ഒരു ധന്യമായ നിമിഷമാണ്. കാരക്കാട് UP സ്കൂൾ എന്ന് പറയുമ്പോൾ മുഹമ്മദ് മേത്തർ മറിയം ഉമ്മ മെമ്മോറിയൽ UP സ്കൂൾ ക്രാന്തദർശിയായിരുന്ന ആധുനിക ഈരാറ്റുപേട്ടയുടെ സിട്ടാവെന്ന് വിശേഷിപ്പിക്കാൻ അർഹതയുള്ള മർഹൂം അഡ്വക്കേറ്റ് BMA കരീം സാഹിബിന്റെ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ 50 ആണ്ടുകളാണ് നമ്മൾ പിന്നിടുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ, ഞാനൊരു മുതിർന്ന ജ്യേഷ്ഠ സഹോദരനെ പോലെ ബഹുമാനിക്കുന്ന മുഹമ്മദ് അഷ്റഫ് സാഹിബിന്റെ വലിയ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ട്രസ്റ്റ് ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട പ്രഥമാധ്യാപകരും മറ്റധ്യാപകരും, PTA ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ, ഈ നാട്ടുകാർ എല്ലാവരുടെയും പിന്തുണയോടുകൂടി 50 വർഷത്തെ വിദ്യാഭ്യാസ പുരോഗതിയുടെ സുവർണ നേട്ടങ്ങളുടെ പടവുകളാണ് MMMUP സ്കൂൾ ഇന്ന് നേടിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാട് വളരെ പിന്നോക്കമായി. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം വളരെ പിന്നിൽ നിന്നൊരു കാലമുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരാൻ മടിച്ചു നിൽക്കുകയോ അല്ലെ അവരെ അതിനെ അയക്കാൻ ആരെങ്കിലും ഉത്സാഹിക്കുകയോ താല്പര്യപ്പെടുകയോ ചെയ്യാതിരുന്ന ഒരു കാലഘട്ടം നമുക്ക് മുമ്പുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഒരു സമൂഹത്തെ ആകെ മുന്നോട്ട് കൈപിടിച്ചു കൊണ്ടുവരാനും അത് ഈരാറ്റുപേട്ടയെ കേരളത്തിന്റെ തന്നെ ഏറ്റവും മുൻനിരയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് MMMUP സ്കൂൾ നൽകിയിട്ടുള്ള വലിയ സേവനം എത്ര പ്രശംസിച്ചാലും എത്ര അഭിനന്ദിച്ചാലും മതിവരാത്തതാണ് എന്ന് അടിവരയിട്ട് പറയാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപടിയുടെ കടന്ന് പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ പ്രാഥമിക കലാലയങ്ങൾക്കാണ്. കാരണം അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്നത് എവിടെയാണ്? ഈ പ്രാഥമിക വിദ്യാലയത്തിലാണ്. എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നത് എവിടെയാണ്? ഉന്നത വിദ്യാഭ്യാസം, സ്പെഷ്യലൈസേഷന് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വൈദ്യശാസ്ത്രം മാത്രം. എഞ്ചിനീയർ ആകാൻ പഠിക്കുന്ന ആൾ അങ്ങനെ, അഭിഭാഷകനാവാൻ പഠിക്കുന്ന ആള് അങ്ങനെ. പക്ഷേ എല്ലാ കാര്യങ്ങളെ കുറിച്ചും പ്രാഥമികമായ അറിവ് ഒരു വ്യക്തിക്ക് ഉണ്ടാവണമെങ്കിൽ ആ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ, ബാലപാഠങ്ങൾ, പ്രാഥമിക പാഠങ്ങൾ ലഭിക്കുന്നത് എവിടെയാണ്? ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് എവിടെയാണ്? അവന്റെ ചിന്താഗതി, അവന്റെ കാഴ്ചപ്പാട്, അവന്റെ പെരുമാറ്റം, അവന്റെ സംസാര ശൈലി, അവന്റെ വ്യക്തിത്വം, ഇതെല്ലാം രൂപപ്പെടുന്നത് പ്രാഥമിക കലാലയങ്ങളിലാണ്. അവന്റെ ധാർമ്മികമായ ചിന്തകൾ, അവന്റെ സമൂഹത്തോടുള്ള കാഴ്ചപ്പാട്, അവന്റെ രാജ്യത്തോടുള്ള കൂറ്, എല്ലാ തരത്തിലും ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ പിറവിയെടുക്കുന്നത് എവിടെയാണ്? അവന്റെ അമ്മയുടെ വയറ്റിൽ തുടങ്ങി അവന്റെ കുടുംബത്തിൽ നിന്നും പുറത്തിറങ്ങി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളെല്ലാം ആർജിക്കുന്നത് അവന്റെ LP ക്ലാസ്സിലും UP ക്ലാസ്സിലുമാണ്. അത് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ വർഷത്തെ വാർഷികവും ആ ദിവസം ഞാൻ ഓർക്കാറുണ്ട്. കാരണം ഞാൻ ജനിച്ച വർഷമാണ് 1976. കാരക്കാട് സ്കൂളിന് 50 വർഷമായി. എനിക്കും കഴിഞ്ഞ മാസം 50 വയസ്സ് പൂർത്തിയായി. സാന്ദർഭികമായി പറഞ്ഞുവെന്ന് മാത്രം. ഏതായാലും ഈരാറ്റുപേട്ട നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തത്തോടു കൂടി ആ സ്ഥാനം ഏറ്റെടുത്ത് ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടൊപ്പം വലിയൊരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് നഗരസഭയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഒരു നഗരപ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് അടയാളപ്പെടുത്തലുകൾ ഇല്ലാത്ത ഒരു നാടാണ് ഈരാറ്റുപേട്ട. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച കുറേ ഓഫീസുകൾ മാത്രമാണ് നമ്മുടെ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ളത്.
നമ്മൾ കുറേ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. പുതിയൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടാവണം, പുതിയ ഒരു നഗരസഭ ഓഫീസ് സമുച്ചയം ഉണ്ടാവണം, ഈരാറ്റുപേട്ടയ്ക്ക് സ്വന്തമായി ഒരു കളിസ്ഥലം വേണം, പാർക്ക് വേണം. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഈരാറ്റുപേട്ട മുന്നോട്ട് പോകുന്നത്. ആ കാര്യങ്ങളിലൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടുകൂടി നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനിവിടെ കൂടിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്.